ഇന്ത്യൻ ചരിത്രത്തിൽ നിന്നുള്ള 100 ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. PDF നോട്ടുകളും പ്രീവിയസ് ക്വസ്റ്റ്യനും ലഭിക്കുന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. സതി നിരോധിച്ച ഗവർണർ ജനറൽ വില്യം ബെന്റിക്. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ഡൽഹൌസി. ഇന്ത്യയിൽ ആദ്യമെത്തിയ ഇംഗ്ലീഷ് സഞ്ചാരി മാസ്റ്റർ റാൽഫിച്ച്. ഇന്ത്യയിലെ ആദ്യ ബ്രിട്ടീഷ് വൈസ്രോയി കാനിംഗ് പ്രഭു. ഇന്ത്യയിലെ അവസാനത്തെ ബ്രിട്ടീഷ് വൈസ്രോയി മൗണ്ട് ബാറ്റൺ. ഇന്ത്യയിൽ വച്ച് വധിക്കപ്പെട്ട ഏക വൈസ്രോയി മേയോ പ്രഭു. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വൈസ്രോയി ഹർഡിച്ച് സെക്കൻഡ്. ജോൺ കമ്പനി എന്നറിയപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏത്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം എത്ര വർഷം നീണ്ടുനിന്നു? 190 വർഷം. ഇന്ത്യയിൽ ആദ്യമെത്തിയ യൂറോപ്യൻകാർ പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വൈസ്രോയി റിപ്പൺ പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗ്. കോൺഗ്രസിൻ്റെ രൂപവൽക്കരണ സമയത്തെ വൈസ്രോയി ആരായിരുന്നു? ഡഫറിൻ പ്രഭു. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ വെല്ലസ്ലി. ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? കർണാട്ടിക് യുദ്ധങ്ങൾ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്നത് ആര്? റോബർട്ട് ക്ലൈവ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്നത് ആര്? വെല്ലസ്ലി. അധികാര കൈമാറ്റം ചർച്ച ചെയ്യാൻ ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷ് ദൗത്യം ഏത്? ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയ വർഷം 1946. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ആരുടേത്? ഗാന്ധിജി. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചത് ആര്? ബാലഗംഗാധര തിലകൻ. സത്യമേവ ജയതേ എന്ന ആഹ്വാനത്തിന് പ്രചാരം നൽകിയ ദേശീയ നേതാവ് മദൻ മോഹൻ മാളവ്യ. മുസ്ലിം ലീഗ് പ്രത്യക്ഷ സമര ദിനമായി ആചരിച്ചത് എന്ന് 1946 ഓഗസ്റ്റ് 16. ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഇടക്കാല മന്ത്രിസഭ അധികാരമേറ്റത് 1946 സെപ്റ്റംബർ 2. 1946 നാവിക കലാപം ആരംഭിച്ചത് എവിടെ? മുംബൈ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയത് എന്ന്? 1915 ജനുവരി 9. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹ സമരം ഏത്? ചമ്പാരൻ സമരം. ഇന്ത്യൻ ഇൻഡിപെൻഡന്റ് ലീഗിൻ്റെ സ്ഥാപകൻ ആര്? റാഷ് ബിഹാരി ബോസ്. 1939 സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം ഏത്? അഹമ്മദാബാദ് മിൽ സമരം 1918. അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റി രൂപം കൊണ്ടത് എന്ന്? 1919. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്ന്? 1919 ഏപ്രിൽ 19. ജാലിയൻ വാലാബാഗ് ഇപ്പോൾ ഏതു സംസ്ഥാനത്താണ്? പഞ്ചാബ്. ഗാന്ധിജിയെ അർദ്ധനഗ്നായ ഫക്കീർ എന്ന് വിളിച്ചത് ആര്? വിൻസ്റ്റൺ ചർച്ചിൽ. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസെ മക്ഡൊണാൾഡ്. 1945 സിംല കോൺഫറൻസ് വിളിച്ചുകൂട്ടിയ വൈസ്രോയി വേവൽ പ്രഭു. ഓഗസ്റ്റ് ഓഫർ മുന്നോട്ട് വെച്ച വൈസ്രോയി ലിൻ ലിത്തോ. ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിന് രൂപം നൽകിയ വർഷം 1940. ക്രിസ് മിഷനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് എങ്ങനെ? പിൻതീയതിയിട്ട ചെക്ക്. കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് എന്ന്?
1942 ആഗസ്റ്റ് 8. ഗാന്ധിജിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആര്? സി രാജഗോപാലാചാരി. ഇന്ത്യൻ സിവിൽ സർവീസ് വിജയിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആര്? സത്യേന്ദ്രനാഥ ടാഗോർ. ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ അംബാസഡർ എന്ന് വിളിക്കപ്പെടുന്നത് ആര്? മുഹമ്മദ് അലി ജിന്ന. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ദാദാഭായ് നവറോജി. ബംഗാൾ വിഭജനം നിലവിൽ വന്ന വർഷം 1905 ഒക്ടോബർ 16. ഇന്ത്യക്ക് ഒരു ഫെഡറൽ ഭരണവ്യവസ്ഥ വിഭാവനം ചെയ്ത ആദ്യത്തെ നിയമം ഏത്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. 1911 ഇന്ത്യ സന്ദർശിച്ച ബ്രിട്ടീഷ് രാജാവ് ജോർജ് അഞ്ചാമൻ. വേഷം മാറിയ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ആര്? ഗോപാലകൃഷ്ണ ഗോഖലെ. രാമകൃഷ്ണ മിഷന്റെ ആസ്ഥാനം എവിടെ? ബേലൂർ. സതി നിരോധനത്തിനായി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ്. ഹിന്ദു സംസ്കാരത്തെ വിമർശിക്കുന്ന മദർ ഇന്ത്യ എന്ന കൃതി രചിച്ച അമേരിക്കൻ എഴുത്തുകാരി ആര്? കാതറിൻ മേയോ. അഴുക്കുചാൽ പരിശോധനയുടെ റിപ്പോർട്ട് എന്ന് ഗാന്ധിജി വിമർശിച്ച കൃതി ഏത്? മദർ ഇന്ത്യ. ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാതാവ് മാഡം ഫിക്കാജി കാമ. ദി മാസ്റ്റർ ആസ് ഐ സോ ഹിം എന്നത് ആരുടെ രചനയാണ്? സിസ്റ്റർ നിവേദിത. ഇന്ത്യൻ ആത്മീയചര്യ സ്വീകരിച്ച ആദ്യ പാശ്ചാത്യ വനിത സിസ്റ്റർ നിവേദിത. ഫ്രം ദി കേവ്സ് ആൻഡ് ജംഗിൾ ഓഫ് ഹിന്ദുസ്ഥാൻ എന്ന പുസ്തകം എഴുതിയത് മാഡം ബ്ലാവസ്കി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശ വനിത നെല്ലിസൺ ഗുപ്ത. നെല്ലിസൺ ഗുപ്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ വർഷം 1933. നെല്ലിസൺ ഗുപ്തയുടെ യഥാർത്ഥ പേര് എഡിത്ത് എല്ലൻ ഗ്രേ. സ്വാമി വിവേകാനന്ദൻ്റെ ശിഷ്യനായിരുന്ന ഐറിഷ് വനിത സിസ്റ്റർ നിവേദിത. സിസ്റ്റർ നിവേദിതയുടെ യഥാർത്ഥ നാമം മാർഗരറ്റ് നോബിൾ. മഹാരാഷ്ട്ര സോക്രട്ടീസ് എന്നറിയപ്പെട്ടത് ആര്? ഗോപാലകൃഷ്ണ ഗോഖലെ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടത് ആര്? ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ. കോൺഗ്രസിൻ്റെ രണ്ടാമത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ദാദാഭായ് നവറോജി. കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ഏക മലയാളി സി ശങ്കരൻ നായർ. ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ആര്? ജവഹർലാൽ നെഹ്റു. ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം 1911 കൊൽക്കത്ത സമ്മേളനം. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച സമ്മേളനം 1896 കൊൽക്കത്ത സമ്മേളനം. കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ വനിത ആനി ബെസന്റ്. കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ എ.ഒ. ഹ്യൂ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് W.C. ബാനർജി. കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി കേശവ പിള്ള. കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്ത അംഗങ്ങൾ 72 പേർ. കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രമേയങ്ങളുടെ എണ്ണം 9. 1857 കലാപത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൽ പാണ്ഡെ. ബ്രിട്ടീഷുകാരുമായുള്ള ഏറ്റുമുട്ടലിൽ ഝാൻസി റാണി കൊല്ലപ്പെട്ട വർഷം 1858 ജൂൺ 18. 1857 കലാപത്തെ ശിപായി ലഹള എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ചരിത്രകാരൻ ജോൺ ലോറൻസ്. ആനന്ദമഠം എന്ന നോവലിലെ പ്രമേയം എന്താണ്? സന്യാസി കലാപം. സന്യാസി കലാപം ആരംഭിച്ച വർഷം 1763. ഫക്കീർ കലാപം ആരംഭിച്ച വർഷം 1776. ബ്രിട്ടീഷുകാർക്കെതിരെ 1844 ഉപ്പുലഹള നടന്ന സ്ഥലം സൂററ്റ്.
സന്താൾ കലാപം ആരംഭിച്ച വർഷം 1855. സന്താൾ കലാപത്തിന് കാരണമായ ബ്രിട്ടീഷുകാരുടെ നികുതി നയമാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കർണാടകയിലെ വനിതാ ഭരണാധികാരിയാണ് കിട്ടൂർ ചെല്ലമ്മ. നാട്ടുഭാഷാ പത്രനിയമം നടപ്പിലാക്കിയ വൈസ്രോയി ലിട്ടൺ പ്രഭു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല സമയത്തെ വൈസ്രോയി ചെംസ്ഫോർഡ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ വൈസ്രോയി ലില്ലിത്തോ. ഇന്ത്യക്കാരനായ ഏക ഗവർണർ ജനറൽ സി രാജഗോപാലാചാരി. ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ആദ്യ നാട്ടുരാജ്യമാണ് സത്താറ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് ചക്രവർത്തി ജോർജ് ആറാമൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി. ഒന്നാം വട്ടമേശ സമ്മേളന കാലത്ത് വൈസ്രോയി ആരായിരുന്നു? ഇർവിൻ പ്രഭു. ഇംഗ്ലീഷുകാരായ കുറ്റവാളികളെ വിചാരണ ചെയ്യാൻ ഇന്ത്യക്കാരായ ജഡ്ജിമാരെ അനുവദിച്ച നിയമമാണ് ഇൽബർട്ട് ബിൽ നിയമം. ഇന്ത്യൻ പ്രസിന്റെ വിമോചകൻ എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ചാൾസ് മെറ്റ്കാഫ്. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ ഗോത്ര കലാപമാണ് സന്താൾ കലാപം. ദണ്ഡി മാർച്ച് ആരംഭിച്ചത് 1930 മാർച്ച് 16. ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആര്? മഹാദേവ് ദേശായി. ഒന്നാം സ്വാതന്ത്ര്യ ദിനമായി കോൺഗ്രസ് ആചരിച്ചതെന്ന് 1930 ജനുവരി 26. LDC, LGS എന്നിവയുടെ മെയിൻ എക്സാമിനും ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെയും കൂടുതൽ ക്ലാസ്സുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.